അല്ല, വിവരമില്ലായ്മ പ്രിവിലേജ് ആയിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അങ്ങനെ കാണിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആരും അങ്ങനെ കാണിക്കാറില്ല. ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള മര്യാദ കാണിക്കേ, ഒരു ക്ഷമ കാണിക്കൂ. നോക്കിപ്പം സംസ്ഥാന സർക്കാരിന് കരാർ കൊടുക്കാൻ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് ഊരാളുകളുടെ മറ്റേതെങ്കിലും ഇപ്പം അഡ്വക്കേറ്റ് അബിൻ വർക്കി അതുമായി ബന്ധപ്പെട്ടൊരു സംശയം ഉന്നയിച്ചു. അങ്ങനെ ഊരാളുങ്കൽ മാനേജ് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ടെൻഡർ ഇല്ലാതെ കരാർ കൊടുക്കുമോ എന്നുള്ളതടക്കം ചോദ്യം അഡ്വക്കേറ്റ് അബിൻ വർക്കി ചോദിച്ചു. പക്ഷേ അത് സംസ്ഥാന സർക്കാരിന്റെ കരാറാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ സർക്കാർ പറയുന്നത് എന്താണ്? ഇത് സംസ്ഥാന സർക്കാരല്ല, ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ഒരു ഓട്ടോണമസ് ബോഡിയാണല്ലോ. ദേവസ്വം ബോർഡിന് ആ നിലയ്ക്ക് ഊരാളുങ്കലിനെയോ ഊരാളുങ്കൽ മാനേജ് ചെയ്യുന്ന മറ്റൊരു കമ്പനിയോ പരിഗണിക്കാൻ പറ്റുമോ? ഇവിടെ ഊരാളുങ്കളും അതുപോലെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് ഒന്നുമില്ല. ഇവിടെ നിരന്തരം പരിപാടികൾ സംഘടിപ്പിച്ച് പരിചയമുള്ള കിഫ്ബിയുടെ എംപാനൽ അംഗീകാരമുള്ള അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽഡ് ഡെവലപ്മെന്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് അവാർഡുള്ള IIICക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായി അംഗീകാരമുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കൃത്യമായിട്ടുള്ള ഏജൻസിയാണ്. ഇവരാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഊരാളുങ്കലിന് കരാർ കൊടുത്തിരിക്കുന്നത്. ഈ വിഷയമെല്ലാം 9/9/2025 ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ തന്നെ ആര്, എങ്ങനെ, എപ്പോൾ, ഏതു രൂപത്തിൽ ഈ പരിപാടി നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് വിശദീകരിച്ചതാണ്. ഇപ്പോഴും അതിനുശേഷം പല ഘട്ടത്തിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ പോലും ഇതിന്റെ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരാക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഏത് ഏജൻസി വഴി നടപ്പാക്കി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ ഓഡിറ്റർ കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രേഖകളും ഇത് ഏത് ഏജൻസിയാണ് ഏൽപ്പിക്കുന്നതും എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ദേവസ്വം ബോർഡുമായി ഒരു കുറി, ഒരു ചോദ്യം ചോദിക്കുകയോ ഒരു ഡിസ്കഷന് തയ്യാറായാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പറഞ്ഞതുപോലെ കൊറി ഉന്നയിച്ചിട്ടുണ്ട്, പക്ഷേ അതിനോട് റെസ്പോൺസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ നന്ദഗോവിന്ദൻ ഭജൻസുമായി ബന്ധപ്പെട്ടോ ഈ കൾച്ചറൽ ഇവന്റ്സുമായി ബന്ധപ്പെട്ട ചെലവിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് ഇത് ഉദ്യോഗസ്ഥ വീഴ്ച എന്ന നിലയ്ക്ക് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇനി കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അത് IIICക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ബാധകമായ കാര്യമല്ല. IIICക്ക് ഇതുമായി ബന്ധപ്പെട്ട കരാർ കൊടുക്കാൻ ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ കഴിയുന്നത്? സർക്കാരിൻ്റെത് ശരി അങ്ങ് പറഞ്ഞതുപോലെ ആ മാനദണ്ഡം ബാധകമാകും. എങ്ങനെയാണ് ദേവസ്വം ബോർഡിന് കഴിയുക? ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഒരു സ്വയംഭരണ സ്ഥാപനത്തിന് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ കൊടുക്കാൻ ഒരു നിയമപരമായിട്ടുള്ള തടസ്സവുമില്ല. ഏതെങ്കിലും നിയമപരമായ തടസ്സമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിംഗിൾ പേപ്പർ, ഏതെങ്കിലും ലോ കോട്ട് ചെയ്ത ഒരു വരി താങ്കളോ കോൺഗ്രസ് പ്രതിനിധിയോ ഇതിനെ എതിർക്കുന്നവരോ കാണിച്ചാൽ ഞാൻ അത് സമ്മതിക്കാം. അതില്ലാത്തിടത്തോളം കാലം ഇത് നിയമപരമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വരി അതായത് ടെൻഡർ ഇല്ലാതെ ദേവസ്വം നിയമപരമായി കൊടുക്കാമെന്ന് എനി ലോ പ്രിവെന്റഡ് ഈ തരത്തിൽ നിയമപരമായി ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നിഷേധിക്കാൻ പറ്റിയ ഒരു നിയമം ഈ നാട്ടിലില്ല. ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് ഒരു സ്വയംഭരണ അല്ല, ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് താങ്കൾ പറ. ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്, ഒരു പൊതു സ്വയംഭരണ സംവിധാനത്തിന് മറ്റൊരു ഗവൺമെന്റ് സംവിധാനത്തെ ഏൽപ്പിക്കുന്നതിന് ഒരു നിയമപരമായ തടസ്സമില്ല. ഞാൻ പറഞ്ഞല്ലോ, സെന്റർ ഓഫ് എക്സലൻസ് അവാർഡുള്ള കേരള അക്കാദമി ഫോർ സ്കിൽഡ് ഡെവലപ്മെന്റ് കീഴിലുള്ള തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചത്. ഒരു കോടതി അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു നിയമപരമായി കൊടുക്കുക എങ്ങനെയാണ് ഏകപക്ഷീയമായി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ മുൻ ചീഫ് ആരുടെ താല്പര്യപ്രകാരമാണ് അങ്ങനെയാണെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന മത്സരത്തിനുള്ള പൊതു അവസരം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഓട്ടോണമസ് ബോഡി ആണെങ്കിലും അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? പ്രൈവറ്റ് ഫണ്ട് കൊണ്ടൊന്നുമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അതിനൊരു സുതാര്യത വേണ്ടേ? ഒരു വിഷയം ഇതിൽ 9/9/2025 കോടതി ഈ കേസ് പരിഗണിക്കുന്നു. 20/9/2025 ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇതിനിടയിൽ 10 ദിവസമേ ഉള്ളൂ. ഒരു ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിശ്ചിത കാലാവധി വെച്ച് പോയാൽ ഈ പരിപാടി തടസ്സപ്പെടും. ഇവിടെ ഒരു നിയമവിരുദ്ധതയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല, ദേവസ്വം ബോർഡ് കാണിച്ചിട്ടില്ല. അത് നിങ്ങൾ പ്രൂവ് ചെയ്യ്. മാധ്യമങ്ങൾക്കാകാം ചോദ്യം ചോദിക്കാൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമവിരുദ്ധത നടത്തണമെന്നുള്ളതിന് ആചാരപരമായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവിരുദ്ധത നിങ്ങൾക്ക് കാണിക്ക്. അത് അല്ല, ഗവൺമെന്റ് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമവിരുദ്ധത ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ഈ പരിപാടിയുടെ വിവരിക്കാൻ ഞാൻ തയ്യാറില്ല. ആരുടെ താല്പര്യമാണ്? നിയമവിരുദ്ധത കാണിക്ക്. നിയമം അനുകൂലിക്കുന്ന എന്തെങ്കിലും അന്തസ്സായി മാന്യമായി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക്, അല്ല മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്കും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗകര്യം ഒരുക്കാനും അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്താനും ഒരു ആഗോള തീർത്ഥാടക കേന്ദ്രമായി ശബരിമലയെ ഉയർത്തുവാനും
വൻ ഡെവലപ്മെന്റ് ഹൈക്കോടതി കൃത്യമായി ശബരിമലയിൽ ഉണ്ടാക്കുവാനും ലക്ഷ്യപ്പെട്ടുകൊണ്ടുള്ള പരിപാടി, ആ പരിപാടി നടത്തിയിരിക്കുന്ന മുഴുവൻ നിയമപരമാണ്. ഏതെങ്കിലും നിയമവിരുദ്ധത താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. ലോ ആയിരിക്കണം, അല്ലാതെ ഊഹം വെച്ചുകൊണ്ടുള്ള നിയമവിരുദ്ധത. ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന എന്തിനാണ്? കോടതിക്ക് മുന്നിൽ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്, ടെൻഡർ അടക്കമുള്ള. അപ്പൊ ഇവർക്കൊന്നും നിയമപരമായ യാതൊരു ബോധ്യവും ഇല്ലാഞ്ഞിട്ടാണോ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഹൈക്കോടതി നേരിട്ട് നിയമിക്കുന്നത്? അദ്ദേഹം പറയാണ് ടെൻഡർ ഇല്ലാതെയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. അത് സ്വന്തം താല്പര്യപ്രകാരം വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിലാണ് എന്നുള്ളതടക്കം, അതും ഈ 10% അധിക തുക നൽകുക എന്നുള്ളതടക്കം ഫിനാൻഷ്യൽ ധൂർത്ത് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ശരി, നമുക്കിത്ര നിയമപരിജ്ഞാനം കുറവാണെന്നേ സ്പെഷ്യൽ കമ്മീഷണർക്കില്ലേ? ഒരിക്കലും. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ മിനിറ്റ് സ്പെഷ്യൽ അല്ല, ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വസ്തുതാപരമായി പരിശോധിക്കാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റിന്റെ പരിശോധിക്കാതെ നിയമവശങ്ങൾ പരിശോധിക്കാതെ നിയമവശം പരിശോധിക്കാതെ അങ്ങ് പറഞ്ഞു. ശരി, ഞാനത് വിലക്കെടുക്കാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞെന്താണ് ടെൻഡർ കൊടുക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കെ ജയകുമാർ പറഞ്ഞിരിക്കുന്നത് ടെൻഡർ കൊടുക്കാതെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്തേക്കുള്ള അതായത് ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച അക്കമിട്ട് പറയുമ്പോഴാണ് ടെൻഡർ കൊടുക്കുന്നില്ല എന്ന് സ്പെഷ്യൽ കമ്മീഷൻ പറഞ്ഞത്. അദ്ദേഹത്തിന് എന്താ ഇതിൽ ബോധ്യമില്ലേ? ഇതൊരു വീഴ്ചയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് വീഴ്ചയാണെന്ന ബോധ്യം സ്പെഷ്യൽ കമ്മീഷണർക്ക് ഉണ്ടാകണ്ടേ? അദ്ദേഹം ഹൈക്കോടതി നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനല്ലേ? വിവരമില്ലാഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്? അല്ല, വിവരമില്ലായ്മ പ്രിവിലേജ് ആയിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അങ്ങനെ കാണിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആരും അങ്ങനെ കാണിക്കാറില്ല. ഇവിടെ ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്തതാണെങ്കിലും പരിജ്ഞാനമില്ലേ? ടെൻഡർ വിളിക്കേണ്ടതാണ്. അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ സൂചിപ്പിക്കുന്നു, ഏതെങ്കിലും നിയമവിരുദ്ധത ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം, വലതുപക്ഷ പ്രതിനിധികൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ സാഹചര്യങ്ങളും അത് ആദ്യം സൂചിപ്പിച്ചതുപോലെ വൗച്ചർ ആയാലും ബില്ലായാലും എസ്റ്റിമേറ്റ് ആയാലും നിയമത്തിന്റെ പിൻബലമുള്ള സാഹചര്യത്തോടെ ഈ 17/2 തന്നെ അത് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യും. 27/2 ഇത് ഹൈക്കോടതിയിൽ ഹാജരാക്കും. ഏതെങ്കിലും കുറവുകൾ അതിലുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമവിരുദ്ധമായ സാഹചര്യങ്ങളുണ്ടോ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ മാധ്യമങ്ങൾ 2 ദിവസമായി, അതുപോലെ കോൺഗ്രസ് പ്രൊഫൈൽ 2 ദിവസമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു കട്ടിലിൽ കിടക്കുന്ന ചിത്രമൊക്കെ കാണിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നു. 1,11,000 രൂപയുടെ കട്ടിലും കിടക്കിയും. ഏതെങ്കിലും ഒരു വാക്ക് ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിലോ ഓഡിറ്റർ കൊടുത്ത റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത അദ്ദേഹത്തിൻ്റെതായിട്ട് കൊടുത്ത റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് വേണ്ടി കട്ടിലോ കിടക്കയോ വാങ്ങിച്ചു എന്ന് ഒരു വരി ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ശരി, അത് ചോദ്യം. വാർത്ത എയർ ചെയ്ത ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങനെ വാർത്ത ഏറെ ചെയ്ത മാധ്യമങ്ങൾ വാർത്ത അങ്ങനെ ഏറെ ചെയ്ത മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. പ്രതിപക്ഷം അത് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷവും ചോദിക്കട്ടെ. എന്തായാലും അഡ്വക്കേറ്റ് അഭിനവർക്ക് ഇതിൽ ആരാണ് എന്ന് ചോദിച്ചുള്ളൂ, മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അഡ്വക്കേറ്റ് ക്ഷമിക്കണം, അഭിനയിക്കല്ല, ശ്രീ ആർ വി ബാബു, ഇത് നോക്കൂ. ഇപ്പോ ഈ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരു ക്ലർക്കാണ് അത്ര കൊടുത്തത്. അതൊന്ന് തുറന്നു നോക്കാനുള്ള സാവകാശം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ആരെയാണ്? അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ദേവസ്വം ബോർഡിനെയാണ്. ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പരിപാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞതിന് ശേഷം, ഈ ചടങ്ങും നടന്നതിന് ശേഷം, അതിൽ 2 തവണ എക്സ്റ്റൻഷൻ വാങ്ങിയതിന് ശേഷം കൈവെള്ളയിൽ കിട്ടുന്ന റിപ്പോർട്ട് ഒന്ന് തുറന്നു നോക്കാൻ അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്നത് എന്തിനാണ്? മാധു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മുടെയൊക്കെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുകയാണ് ഇവരെല്ലാം ചേർന്ന്. യഥാർത്ഥത്തിൽ ഈ ഓഡിറ്റ് ഇവരെ ഏൽപ്പിച്ചത് ആരാണ്? ദേവസ്വം ബോർഡല്ലേ. ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡ്. ഓഡിറ്റ് ചെയ്ത് കൊടുത്തത് ഈ വിജയനാഥ് അസോസിയേറ്റ്സ്. ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച അതേ ഏജൻസി ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ഓഡിറ്റിൽ ഒരുപാട് ക്രമക്കേടുകൾ കാണുന്നു, പൊരുത്തക്കേടുകൾ കാണുന്നു. ആ പൊരുത്തക്കേടുകൾ സ്പെഷ്യൽ കമ്മീഷണർ, ആരാണ് സ്പെഷ്യൽ കമ്മീഷണർ? സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കുന്നു. സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? അദ്ദേഹം വലിയ നിയമ പണ്ഡിതനാണ്, ജില്ലാ ജഡ്ജിയാണ് സ്പെഷ്യൽ കമ്മീഷണർ. അദ്ദേഹമാണ് ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇവിടെ അരുൺകുമാർ പറയണ്ടേ, അതെ, അത് അലങ്കാരമാണ്. അതെ, ജില്ലാ ജഡ്ജി എന്നുള്ള പദവി അലങ്കാരമാണ്. ഇനി ഞാൻ പറയട്ടെ, ഇവിടെ അരുൺകുമാർ പറയണ്ടായി, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ IIIC എത്ര രൂപയ്ക്കാണ് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ഈ ടെൻഡർ എടുത്തിട്ടുള്ളത്? എത്ര രൂപയ്ക്കാണ്? ഒന്ന് വ്യക്തമാക്കാമോ? ദേവസ്വം ബോർഡിന് വ്യക്തമാക്കാമോ? എത്ര രൂപയ്ക്കാണ് ഇവരെടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ? മാധു ഒന്ന് പറയാമോ? 8 കോടിക്കാണ് MOU ഞാൻ കണ്ടിട്ടുണ്ട്. 8 കോടിക്കാണ് MOU. അതിനുശേഷം നടന്നത് എന്താണ് എന്നുള്ളത് ഇവരാരും വ്യക്തമാക്കുന്നില്ല. ശരി,
ശരി, 8 കോടിക്കാണ് MOU. ഈ 8 കോടിയിൽ താഴെ ആരെങ്കിലും ചെയ്യാനുണ്ടായിരുന്നെങ്കിലോ? 8 കോടിയിൽ താഴെ ഏജൻസിയായിട്ട്, അതായത് ഈ കേരള സംസ്ഥാനത്ത് ആകെ ഒരു ഊരാളുങ്കൽ സൊസൈറ്റി മാത്രമേ ഉള്ളൂ ഇവന്റ് മാനേജ്മെന്റ് നടത്താൻ. പക്ഷെ അവർക്ക് പൊന്തൂവലുള്ളൂ. ആകെ ഒരു ഊരാളുങ്കൽ സൊസൈറ്റി മാത്രമേ ഉള്ളൂ. ഇതിനേക്കാൾ താഴെ എന്തോ അവർക്ക് പൊന്തൂവലുള്ളൂ. വാഗ്ബടാനന്ദന്റെ ചരിത്രം, എക്സലൻസി അവാർഡ്, അതെ, എക്സലൻസി അവാർഡ് എന്നൊക്കെ ഇങ്ങനെ മുഴിപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ മുഴിപ്പിച്ച ആ സാധനം ഈ ഊരാളുങ്കലിന്റെ സൊസൈറ്റിയുടെ ഈ IIICക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വേറെ ഒരു സ്ഥാപനത്തിനും ഇല്ലേ? അവര് ഇത് 5 കോടിക്ക് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിലോ? അവിടെയാണ് ടെൻഡറിന്റെ പ്രാധാന്യം. അരുൺകുമാറെ, നിങ്ങൾ ഈ ഊരാളുങ്കൽ പറയുന്ന തുകയ്ക്ക് അവരാവശ്യം, ഇപ്പോഴും എന്താ ജയകുമാർ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും ഓരോ തരത്തും വൗച്ചറുമായിട്ട് വരികയാണ്, ഓരോ തരത്തിലുള്ള ചെലവിന്റെ റെസിപ്റ്റുമായിട്ട് വരികയാണ്. ഈ പണം ഏതൊക്കെ കൊടുക്കണം ഏതൊക്കെ കൊടുക്കണ്ടെന്ന് ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. എത്ര കോടി രൂപ അവർക്ക് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തതിൽ നിയമപരമായ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ്. ഇവിടെ നിയമത്തിന്റെ പ്രശ്നമല്ല സാർ, ഇവിടെ ഭക്തജനങ്ങളുടെ പണം, ദേവസ്വം ബോർഡിന്റെ പണം, അല്ലെങ്കിൽ വിശ്വാസികളുടെ പണം ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യാനായിട്ട് ടെൻഡർ ഇല്ലാതെ ഉപയോഗിച്ചോ എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം. ഈ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി പണം തരുന്ന ഏജൻസികൾ എന്താ മോക്ഷം കിട്ടാൻ തരുന്നതാണോ? നിങ്ങൾ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് സ്പോൺസർഷിപ്പ് മേടിച്ചിട്ടുണ്ട്. എന്തിനാ ധനലക്ഷ്മി ബാങ്ക് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തന്നത്? എന്തിനാ തന്നത്? ദേവസ്വം ബോർഡിന്റെ പണം മുഴുവൻ ധനലക്ഷ്മി ബാങ്കിലാ ആണല്ലോ. ഇതാണ് ഭക്തജനങ്ങളുടെ പരോക്ഷമായിട്ടുള്ള ബന്ധം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ തരത്തിൽ പണം സ്വരൂപിച്ച് അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഒരു അയ്യപ്പ സംഗമം നടത്തുക, എന്നിട്ട് അതിന്റെ പേരിൽ സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചു എന്ന് പറയാ. ഇനി ബാക്കി പണം എവിടെ നിങ്ങൾ കൊടുക്കാൻ പോണേ? ആകെ നിങ്ങൾക്ക് 3 കോടി രൂപയിലേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ബാക്കി പണം എവിടെ കൊടുക്കാൻ പോണേ? ആര് കൊടുക്കും ഈ പണം? ഒന്ന് പറഞ്ഞു അരുൺകുമാർ, ആര് കൊടുക്കും ഈ പണം? ഒന്ന് പറയൂ, ഈ ചർച്ചയിൽ പറയൂ. To this moment, can you reveal that? ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന്റെയോ, ഒരു രൂപ പോലും അയ്യപ്പ ഭക്തന്മാരുടെയോ, ഒരു രൂപ പോലും ഗവൺമെന്റിന്റെയോ മുടക്കില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉറപ്പ് കൊടുത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസറിംഗ് നിരവധി, ഇപ്പൊ ഇന്ന് മാതൃഭൂമി ഒരു വാർത്ത താങ്കൾ വായിച്ചോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള പല സ്പോൺസർമാരെയും താങ്കൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള മര്യാദ കാണിക്കും മിസ്റ്റർ. മാതൃഭൂമി ഒരു വലിയ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 മാസം പുറത്തുവിട്ട വാർത്ത നിഷേധിച്ചുകൊണ്ട്. കാരണം ഇതിൽ സ്പോൺസർ ചെയ്ത പലരെയും 1-ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്തിരിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ദ്വാരപാലക ശില്പത്തിന്റെ ആ പാളി കൊടുത്തുവിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹം അന്ന് തന്നെ ഗുണ പറഞ്ഞ് താപപീഠം കണ്ടില്ലെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പല സ്പോൺസർമാരെയും പിൻവലിച്ചു. അങ്ങനെ എന്തു വന്നാലും ഇതിൽ പണം അല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ നയാ പൈസ ചെലവഴിക്കില്ല. ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള മര്യാദ കാണിക്കുക, ഒരു ക്ഷമ കാണിക്കൂ. പിന്നെ എന്താ കുഴപ്പം? 1 രൂപ പോലും ദേവസ്വം ബോർഡിന് ചെലവാക്കില്ല എന്ന് പറഞ്ഞാൽ ചെലവാക്കില്ല. പിന്നെ എല്ലാത്തിന്റെ ടെൻഡർ താങ്കൾ എടുക്കല്ലേ? എല്ലാത്തിന്റെ ടെൻഡർ താങ്കൾ എടുക്കല്ലേ? ഇവിടെ എന്തായാലും അത് ദേവസ്വം ബോർഡിന് കിട്ടേണ്ട പണമായിരുന്നോ? മുഴുവൻ ശേഷിയുള്ള ഇവിടെ തുടങ്ങിയതല്ല. പറഞ്ഞല്ലോ. പക്ഷേ ഈ പണം എവിടെ നിന്ന് തിരിച്ചു കൊടുക്കും എന്ന കാര്യം RV ബാബു ചോദിച്ചതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഇതിൽ ഇനി PS പ്രസാദ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിൽ പറയുന്നത് 1 കോടി കൂടി അത് സ്പോൺസർഷിപ്പിലൂടെ തന്നെ തിരിച്ചു കൊടുക്കും. അതിൽ ആരും ബുദ്ധിമുട്ടണ്ട. അല്ല, ബുദ്ധിമുട്ട് ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ PS പ്രസാദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ 1 കോടി കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം ദേവസ്വം കത്തിൽ പറയുന്നത് 2 കോടി എന്നാണ്. അതായത് ആ പോസ്റ്റിൽ തന്നെ അദ്ദേഹം പങ്കുവെച്ച ഡോക്യുമെന്റിൽ 2 കോടി കൂടി കിട്ടും എന്ന് പറയുന്നുണ്ട്. പോസ്റ്റിൽ പക്ഷെ 1 കോടി എന്നാണ് പറയുന്നത്. എത്ര കോടി എന്ന് ആർക്കറിയാം? മാധു കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കുന്നു. തിരിച്ചടച്ച കാര്യം ജനറൽ ഫണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ഈ ഇടത്തേക്ക് പണത്തിന്റെ ബാക്കി 5 കോടി രൂപയാണല്ലോ ഇട്ടത്. 3 കോടി കൊടുത്തല്ലോ. ജനറൽ ഫണ്ടിലേക്ക് തിരിച്ചിട്ടോ ബാക്കി? ഇല്ല. എന്താ ഇടാത്തത്? അവിടെ നിന്ന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആളറിഞ്ഞില്ലേ? ഇല്ലില്ല, ഒരിക്കലുമില്ല. അല്ല, എന്താ ബാധു ഇങ്ങനെയൊക്കെ ബാലിശമായ ചോദ്യം ചോദിക്കല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡ് അണ്ടർടേക്ക് ചെയ്ത കാര്യം
ആ അണ്ടർടേക്ക് ചെയ്ത കാര്യത്തിൽ നിന്ന് ഒരു അണുവിട പോകാൻ പാടില്ലെന്നുള്ള ബോധ്യം ദേവസ്വം ബോർഡിനില്ലേ? അങ്ങ് ചുമ്മാ കുട്ടികൾ ചോദിക്കുന്ന പോലെ ചോദിക്കില്ലേ? ഞാൻ ചോദിക്കുന്നത് 3 ലക്ഷം മാറ്റിയിട്ടുണ്ടോ? കുട്ടിയും കുഞ്ഞുമൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഈ ആളുകളെ ഡീഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ ആളുകളാണ് എന്ന് വിചാരിച്ച് സംസാരിക്കുന്നത് ഒരു ജനാധിപത്യപരമായ ചർച്ചയിൽ ഭൂഷണമല്ല. 3 കോടി രൂപ അഡ്വാൻസ് കൊടുത്തു, അതിൽ കൂടുതൽ ചെലവഴിച്ചിട്ടില്ലെന്ന് പറയുന്നു. പിന്നെ 1.25 ലക്ഷമേ നിലവിൽ അവിടെ ഉള്ളൂ. 5 കോടിയാണല്ലോ കൊടുത്തത്, 1.25 കോടി അവിടെ ഉള്ളൂ. അതിന്റെ ബാക്കി എത്രയാണ് എന്ന് പറയുന്നില്ല. 1.25 കോടിയല്ലേ അവിടെ ബാക്കിയുള്ളൂ, അതിന് ബാക്കി എത്രയാണെന്ന് പറയുന്നില്ല. ഇത് എന്തുകൊണ്ട് ജനറൽ ഫണ്ടിലേക്ക് തിരിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല? ഇനി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഇതിപ്പോ കഴിഞ്ഞിട്ട് 145 ദിവസമായല്ലോ, ഇതുവരെ അവിടെ പൂജിക്കാൻ വെച്ചിരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്.